കേരള കോൺഗ്രസ് എം വളരെ കാലം മുമ്പ് UDF-നോടൊപ്പം അനുഭവം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ്. പിന്നീട് ഈ LDF-നോടൊപ്പം ചേരുകയായിരുന്നു. അപ്പോൾ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ മാറി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ മൂല്യച്യുതിക്ക് കാരണമാകും തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, വ്യക്തിയാണ്. ഇവിടെ PV അൻവറും PC ജോർജും വ്യക്തിയാണ്. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി എന്നത് രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം. കാലകാലങ്ങളിൽ ഉണ്ടാകുന്ന അനുസരിച്ച് നമുക്ക് നിലപാടുകൾ വ്യത്യാസപ്പെടുത്താം. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ വ്യക്തിപരമായിട്ട് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ P സരിനും ഒരു മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ല, രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞു ചില ബെറ്റർ ഓപ്ഷൻ കിട്ടുമ്പോൾ, അതാണല്ലോ മനുഷ്യൻ, ഒരു ബെറ്റർ ഓപ്ഷൻ ലഭ്യമായാൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. തീർച്ചയായും. അല്ല, PV അൻവറിനും ആ ബെറ്റർ ഓപ്ഷൻ അതല്ല, എന്തിൻ്റെ വെളിച്ചത്തിലാണ് PV അൻവർ പോയത്? അവിടെയാണ് ചോദ്യം. എന്തിൻ്റെ കാര്യത്തിലാണ്? PV അൻവറിന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാര്യങ്ങൾ, സ്വകാര്യ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. അല്ല, അദ്ദേഹം അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയങ്ങളുമായി യോജിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ സംഘടനാപരമായ ആവശ്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾ, ഇതാണല്ലോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് നിന്നു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പോയി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പോയി. ഞങ്ങളുടെ ഭരണ സംവിധാനത്തിനെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് സഹിതം, വെറുതെ PC ജോർജ് പണ്ട് അല്ലെ സരിതയുടെ CD കൊണ്ട് പോയെന്ന് പറഞ്ഞാലല്ല, തെളിവ് സഹിതം ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് തെളിയിക്കാനുള്ള ആർജവത്വം അൻവറിനുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാം. അവിടെ ഒന്നുമില്ല.